എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അധികം ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ തുടർന്ന് വായിക്കാം. പക്ഷേ ഈ തലമുറ ചരിത്രം തിരുത്തി എഴുതാൻ പോവുകയാണ്. അത് നിങ്ങളാണ് തുടങ്ങേണ്ടത്. വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പുതിയ ചിന്താ പദ്ധതിയുടെ വഴികാട്ടിയാവാൻ കഴിയും. ബോബ് ഡോയിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലത് എന്നാണോ മോശം എന്നാണോ നിരീക്ഷിക്കുന്നത് എന്നത് ആകർഷണ നിയമം പരിഗണിക്കുന്നില്ല. നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുവോ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നുവോ എന്നതും പ്രശ്നമല്ല. ഒരു കടബാധ്യതയുടെ കൂമ്പാരത്തെ നോക്കി നിങ്ങൾ വല്ലാതെ വേവലാതി അനുഭവിക്കുന്നുവെങ്കിൽ അതാണ് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ. ഞാൻ വന്നുപെട്ടിരിക്കുന്ന ഈ കടബാധ്യതയെക്കുറിച്ചോർത്ത് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു. നിങ്ങൾ അത് സ്വയം പറഞ്ഞുറപ്പിക്കുകയാണ്. നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ ഓരോ തലത്തിലും നിങ്ങൾ അതനുഭവിക്കുകയാണ്. അതുകൊണ്ട് അത് തന്നെയായിരിക്കും ഇനിയും കൂടുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് സർവ്വസമാനമാണ്. അത് നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിച്ച് കാണുന്നില്ല. അത് നിങ്ങളുടെ ചിന്തകളെ സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി നിങ്ങളിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അത് ആകർഷണ നിയമം നിങ്ങൾക്ക് എത്തിച്ചു തരും. ആകർഷണ നിയമം വളരെ അനുസരണാശീലമുള്ളതാണ്. നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പൂർണ്ണ മനസ്സോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ആകർഷണ നിയമം കൃത്യമായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ വേണ്ട എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ വൈകിയെത്താൻ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നത് ആകർഷണ നിയമം ശ്രദ്ധിക്കുകയില്ല. അത് നിങ്ങൾ എന്തിനെക്കുറിച്ച് പറയുന്നുവോ അതിനെ സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ആകർഷണ നിയമത്തിന് വേണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ വേണ്ട എന്ന ആഗ്രഹം എന്ന വിവേചനമില്ല. നിങ്ങൾ എന്തിലെങ്കിലും മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അത് എന്തുതന്നെയാവട്ടെ അതിനെ നിങ്ങൾ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ആ നിമിഷത്തിൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശക്തി കൊണ്ട് നിങ്ങൾ അതിനെ വിളിച്ചു വരുത്തുകയാണ്.